إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 269-ാമത്തെ ആയത്ത് വിശദീകരണം നോക്കൂ. യുത്തിൽ ഹിക്മ, യുത്തി നൽകുന്നു, അൽ ഹിക്മത മതവിജ്ഞാനം, മയ്യശാഉ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരുവനുക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രത്യേകമായി മതത്തിലുള്ള അഗാധമായ വിജ്ഞാനം അവൻ പ്രത്യേകമായി അവന്റെ അനുഗ്രഹമായി കാരുണ്യമായി നൽകുന്നു. പല പ്രവാചകന്മാരെ പറ്റിയും വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വേദങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വേദവിജ്ഞാനവും നൽകിയെന്ന് ഹിക്മത്തും നൽകിയെന്ന് പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അതല്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മതവിജ്ഞാനം നൽകുന്നതാകുന്നു. ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതവിജ്ഞാനം നൽകുന്നുവോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഫഖദ് ഊതിയ അവന് നൽകപ്പെട്ടു, ഖൈറൻ കസീറൻ ഒരുപാട് നന്മകൾ അവന് നൽകപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് ഈ ദീനീ വിജ്ഞാനത്തിൽ വർദ്ധനവ് നൽകും. ഈ ദീനീ വിജ്ഞാനം അവന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചു എന്നുള്ളതിന്റെ അടയാളം. അതല്ലാതെ ഈ ഐഹിക ദുനിയാവിൽ എന്തെങ്കിലും തരത്തിലുള്ള മേന്മ ലഭിക്കലോ സമ്പത്ത് ലഭിക്കലോ അല്ല. ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, ഒരു മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളം അവന് ദീനീ വിജ്ഞാനം നൽകപ്പെടലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് നൽകുന്ന സൂചന. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, വമാ യദ്ദക്കറു ഉറ്റാലോചിക്കുകയില്ല ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരല്ലാതെ, അകക്കാമ്പുള്ളവരല്ലാതെ, ബുദ്ധിമാന്മാരല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഈ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ദീനീ വിജ്ഞാനം അത് പഠിക്കേണ്ടതിന്റെയും അത് ആർജിക്കേണ്ടതിന്റെയും അത് ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെയും പ്രത്യേകതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അത് മാത്രമല്ല, നാം ആർജിച്ച വിജ്ഞാനം അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.